ഇന്ന് ചെയ്യുന്നത് ഒരുപാട് നാളായിട്ട് നമ്മൾ തള്ളി മാറ്റി ഒക്കെ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഫൈനലി ഇറ്റ് കം ട്രൂ ആവാണ്. ബിക്കോസ് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഹോം ടൂറാണ്. അമേരിക്കയിൽ ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ചെയ്യാനാണ്. നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ആവാനുള്ള താമസം കൊണ്ടാണ് നമ്മൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. അപ്പോൾ നമ്മുടെ ആ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വണ്ടി ഗരാജിനകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ഗരാജ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പാത്ത് വേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മുടെ എന്താ പറയണേ, പുതിയൊരു കമ്മ്യൂണിറ്റിയാണേ. അപ്പം പുതിയൊരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഇതെല്ലാം വളർന്നു വരുന്നേ ഉള്ളൂ. പയ്യെ ഇതൊരു ഒത്തിരി വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വലിയ മരയൊക്കെ ആയിട്ട് വരുമായിരിക്കും. ഇതൊരു കുന്നിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. ഫുൾ ടൈം കാറ്റാണ് ഇവിടെ. എല്ലാ വീടും നോക്കി എല്ലാം ഒരു 2021 കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു സബ്ഡിവിഷൻ എന്ന് പറയുന്നത്. 2021 പക്ഷെ പകല് വെയിലുണ്ട്. എന്നാലും നമ്മൾ ഈ കുന്നിൻ്റെ മേളിലായതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഹൈവേ ആണ്. പിന്നെ അങ്ങോട്ട് ഒരു പച്ചപ്പൊക്കെ കാണാം, ചെറിയൊരു ഷെയറൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ്സിലൊന്നും നമ്മൾ ഗാർഡനിങ്ങിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മളത് ജസ്റ്റ് ഇത് വെച്ചിട്ട് ഒന്ന് തിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് പുല്ലിൻ്റെ പച്ചപ്പൊക്കെ പോയി കേട്ടോ, ഉണങ്ങിയായിരിക്കും. ഇത് സമ്മർ ആകുമ്പോൾ കയറി വന്നോളൂ, പുറമെ തന്നെ വന്നോളൂ. ഇവിടെ ഭയങ്കര ചൂട് കൂടുതലുള്ള സ്ഥലം കേട്ടോ. വരുമ്പോൾ നമുക്ക് നമ്മുടെ പല എന്താ പറയുക, വീടിൻ്റെ അകത്തേക്ക് കയറി ഇച്ചിരി കയറിയിട്ടാട്ടോ, നേരെ ഇച്ചിരി നടന്ന് പാത്വേക്കും നടന്ന് ഒരു സ്റ്റെപ്പൊക്കെ കയറി വേണം നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡോർ ഇതാണ്, 2 ഡോറാണ്. ഈ ഡോർ ഞങ്ങൾ റീസെന്റ് പിടിപ്പിച്ചതാണ്. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ, ഈ വീട് പണിതപ്പോൾ ഉണ്ടായിരുന്ന ഡോറല്ലേ. ഇത് നെറ്റാട്ടോ, നമുക്ക് നെറ്റാ. ഇത് നമുക്ക് താത്തും ഫുൾ താക്കും ഒക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ വെച്ചതിന്റെ കാര്യം എന്താണെന്നറിയോ, നമ്മൾ കുക്ക് ചെയ്യുമ്പം ഈ ഡോർ മെയിൻ ഡോർ അങ്ങ് തുറന്നിടും. അപ്പം മണം കയറി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ് നമ്മൾ എക്സ്ട്രാ ഇത് വെപ്പിച്ചത്. നമ്മൾ ഇനി ഇതാണ് മെയിൻ ഡോറ്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ വാൾ ഡിക്കറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മിററാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിറർ. ഞങ്ങൾ രണ്ടുപേരും കാണാം. അപ്പൊ ഇച്ചിരി താത്തിയാ വെച്ചേക്കുന്നത്. അങ്ങനെയല്ല, സാധാരണ വീടുകളിൽ മിറർ ഇച്ചിരിയുടെ പൊക്കി വെക്കും. അപ്പൊ നമ്മളിത് വെച്ചതിന്റെ കാര്യം നമ്മൾ രണ്ടുപേരും മിററിൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇറങ്ങുമ്പോ നീ നോക്കിക്കേ, നിന്റെ ഇത്രയല്ലേ കാണുള്ളൂ. ഇത് ആൾക്കാരെ കയറി വരുമ്പോഴും ജസ്റ്റ് ഒന്ന് കാണാനും നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾക്ക് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ കേട്ടോ. കയറി വരുമ്പോ ഡോറ് നടക്കട്ടെ. നോക്ക്, നമ്മള് ജസ്റ്റ് ഒരു വാൾ ഡെക്കറായിട്ട് ഇതൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇന്നാണ് പോത്തിന്റെയോ ബഫല്ലോടെ തലയിലെ കൊമ്പ്. പിന്നെ നമ്മുടെ കീ ഹോൾഡർ, അതൊരു നൈസായിട്ട് അകല് വെക്കണ്ടോ ആൻറ്റിക്കെന്ന് പറഞ്ഞു. ആക്ച്വലി ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇച്ചിരൂടെ നല്ല കളറൊക്കെ ഉണ്ട്. ഇത് തുരുമ്പിച്ച പോലെ, പക്ഷെ തുരുമ്പിച്ച പോലത്തെ ഒരു സെറ്റപ്പിൽ, ആൻറ്റിക് സെറ്റപ്പിൽ പുള്ളി എടുത്താണ്. എനിവേ, കീ ഹോൾഡർ അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തി പോലെ കാണാമോ. ഫോട്ടോ ഫ്രെയിം നമ്മുടെ കല്യാണത്തിന് നമ്മുടെ 2 ഫാമിലി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് പിക്സ് ഉണ്ട്. നമ്മുടെ കല്യാണ മെയിൻ ഈവെന്റിന്റെ എല്ലാം ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങള് ഈ വീടിന് ഞങ്ങളായിട്ട് ഇട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, ആമസോൺ ഹോം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം കാര്യങ്ങളും ഞങ്ങൾ ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്തതായതുകൊണ്ട് അപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു ആമസോൺ ഹോമാണ്. ഈ ഒരു ഫസ്റ്റ് നമുക്ക് ഈ ഒരു വോൾ തുടങ്ങും. നമ്മൾ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തേക്കുന്നതാണേ, നമ്മുടെ രൂപങ്ങളൊക്കെ. അതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡും നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണേ. പിന്നെ രൂപങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അത് നാട്ടിൽ നിന്ന് പ്രത്യേകം നമ്മൾ ചെയ്തെടുത്താണ്. ഒരു നല്ല ക്ലോക്കാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ക്ലോക്ക് ഒരു ആൻറ്റിക് സെറ്റപ്പ് നമുക്ക് തോന്നാൻ വേണ്ടി ക്ലോക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടി കേട്ടോ. സൈഡിലൊരു ക്ലോക്കിന്റെ ഉപകാരം നമുക്ക് നോക്കി കഴിഞ്ഞാൽ സമയം അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇത് ബ്ലാക്ക് കളറിലാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കാണാനായിട്ട്. നെക്സ്റ്റ് നമ്മുടെ TV സൈഡിലേക്ക് വരുമ്പം ഈ TV സ്റ്റാൻഡ് നമ്മൾ ആമസോണിൽ പർച്ചേസ് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ പ്രത്യേകം വെച്ചാൽ
നമുക്ക് വിത്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ബിക്കോസ് നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ജസ്റ്റ് ഇത് രണ്ടിന്റെ ഇടയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ ആ സൈഡ് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ട് സൈഡും ഈ സൈഡും ആ സൈഡും അടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സ്പേസ് നമുക്ക് കുറച്ചുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ ഇത്രയും നീളം ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങ് നീട്ടി വെച്ചിരിക്കുകയാണ്. ഷോക്കേസ് പർപ്പസ് മാത്രമല്ല 3 സ്റ്റോറേജ് കൂടിയുണ്ട് കേട്ടോ. സ്റ്റോറേജ് ഡ്രോയർ ഇതൊരു വുഡൻ ഫിനിഷിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ടി വി എന്ന് പറഞ്ഞാൽ ടി വിക്ക് സ്റ്റാൻഡ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ കൂടുതലും ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ടി വി ആണ്. അപ്പം നമ്മുടെ ഡൈനിങ് ടേബിൾ ആ സൈഡിലായതുകൊണ്ട് തന്നെ ഫുൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നന്നായിട്ട് നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മളൊരു ഹാങ് ചെയ്തേക്കുന്ന വോൾ ഈ ടി വി ഹാങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഹാങ്ങാണ്. പിന്നെ ചെറിയ രീതിക്കുന്ന ഹോം തിയേറ്ററും സബ് ബൂഫറൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പ്രിന്റർ ഉണ്ട്, പിന്നെ പ്ലേ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഫോട്ടോസ് ചെറുതായിട്ട് ഇവിടെ ഒന്നും എല്ലാം ഒരു സൈഡിൽ വെക്കാതെ ജസ്റ്റ് ഈ ഒരു സൈഡ് നമ്മൾ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഫാനാണ്. ഹോം ഡിപ്പോയിൽ നിന്ന് ഒന്നും ആയിട്ടാണ് ഈ ഒരു ഫാൻ. റിമോട്ടാണ്. നമുക്ക് പല മോഡില് പല കളറുണ്ടോ, പല കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഡിം ആക്കാം, ബ്രൈറ്റ് ആക്കാം. പിന്നെ ഇതിന്റെ കറങ്ങുന്ന സെറ്റപ്പ് നല്ല രസമാണ്. ഞങ്ങൾ ഇത് ഇട്ടേക്കുന്ന നിങ്ങൾ നോക്ക്, ഇതിന്റെ കളർ ഞങ്ങൾ ഇട്ടേക്കുന്നുണ്ട് ലീഫ്. ഏത് സൈഡ് വേണമെങ്കിലും ഇടാം. ഒന്ന് ഈ ബ്രൗൺ ഷെയ്ഡിൽ നമുക്കിടാം, അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡിലിടാം. പക്ഷെ ഞങ്ങൾ മാച്ച് ചെയ്തിട്ടു, രണ്ടും ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ ഇടിച്ചു വിട്ടപ്പം ഏതെങ്കിലും ഒരു സൈഡിലിടാം. പിന്നെ ഇത് രണ്ടായിട്ട് കറങ്ങേ. ഇപ്പൊ ഈ ഒരു സൈഡിൽ കൂടെ കറങ്ങുന്നത് വെച്ചോ, ഇച്ചിരി നമുക്ക് ബോറടിച്ചോ. ഇനി അതിന്റെ പർപ്പസ് എനിക്കറിയത്തില്ല. ചിലപ്പം പറയുന്നേ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ ഞാൻ ഇനി തിരിച്ചാക്കുന്നുണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് കറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. യാ നെക്സ്റ്റ് പറയുമ്പോൾ നമ്മുടെ സോഫയാണ്. ഇപ്പോൾ വന്നിട്ട് ആമസോൺ ആണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് റിക്ലൈനർ സോഫയാണ്. പിന്നെ ലൈറ്റ് ഇട്ടുണ്ട്, താഴെ LED ലൈറ്റ് എല്ലാത്തിലും ഉണ്ട്, ഫുള്ളുണ്ട്. റിക്ലൈനർ സോഫ ജസ്റ്റ് നോർമൽ ആയിട്ട് നമ്മൾ. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമേ. ജസ്റ്റ് ഈ ഒരു സെക്ഷൻ ഒന്നാണ്. നമ്മൾ ഇങ്ങനത്തെ തന്നെ സോഫ നോക്കി വാങ്ങിച്ചു തന്നെ. നമ്മൾ 2 അതേ പ്ലാനായിരുന്നു. ഇതേപോലത്തെ ഒരു സോഫ തന്നെ കിട്ടണം, സെക്ഷൻ വൈസ് ആയിട്ടില്ല. പിന്നെ അടുത്ത് വരുമ്പോൾ ഇത് ആമസോണിൽ നമ്മൾ വാങ്ങിച്ച ബെഡ് സൈഡാണ്. ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മിഡ് സെഞ്ചുറി സ്റ്റൈലിലുള്ള ഒരു ഫർണിച്ചർ. ആ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ തപ്പിയപ്പം എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു ചെറിയൊരു ഡ്രോയറും പിന്നെ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇത് ആമസോണിൽ കേട്ടോ. പിന്നെ അപ്പം നമ്മൾ ഇത്രയും കഴിഞ്ഞു. പിന്നെ ഈ വാൾ ഡെക്കർ നമ്മൾ ഹോം സെൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു അല്ലേ. ഹോം സെൻസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഹോം സെൻസിൽ നിന്ന് നമ്മളത് പർച്ചേസ് ആണ് വാൾ ഡെക്കർ. നെക്സ്റ്റ് നമ്മുടെ ടീപ്പോയി. ഇത് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പണ്ട് തൊട്ടേ അകല് വാങ്ങിച്ച് വെച്ച ഒരു ഫർണിച്ചറായിരുന്നു ഈ ടീപ്പോയി. തടിയുടെ ഒരു ടീപ്പോയി. അതിൻ്റെ അടിയിൽ നമ്മുടെ ആൽബംസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആൾക്കാർക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുരിശ് വരയ്ക്കുമ്പം ബൈബിളും പിന്നെ പ്രെയർ ബുക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സെക്ഷൻ, ഒരു സെപ്പറേഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം എൻ്റെ തലയിൽ തന്നെ ഉദിച്ച ഒരു ഐഡിയ ആണ്. ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലായിട്ട് നമ്മൾ അങ്ങനെ വെക്കത്തില്ലേ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തോന്നാൻ വേണ്ടിയിട്ട്. അതേപോലെ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഒരു എന്തായാലും ബുക്ക് ഷെൽഫെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പം നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമ്മളിവിടെ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പർപ്പസ് നമ്മൾ എവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കറങ്ങാൻ പോകുമ്പോൾ കാണുന്ന വാൾ ഡെക്കറൊക്കെ വന്ന് വെക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് താഴെ ഡ്രോയറുണ്ട്, നോക്കുന്നുണ്ടോ ഡ്രോയർ. അതേപോലെ തന്നെ ആ സൈഡിലുണ്ട്. ബട്ട് ഞങ്ങൾ അകത്തേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാത്രം. ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. ഡൈനിങ് റൂം എന്ന് പറയുമ്പം ഈ വീട്ടിൽ നമ്മൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഇതൊരു ഡൈനിങ് ടേബിളാണ്. ബിക്കോസ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മൾ ചോദിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഒരു ഫർണിച്ചർ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഇവിടെ തന്നെയുള്ള ഒരു ഫർണിച്ചർ. ബട്ട് പക്ഷേ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. മെയ്ഡ് ഇൻ ജയ്പൂരിൽ നിന്ന് വന്ന ജയ്പൂർ വുഡാണിത്.
അപ്പോൾ ഇത് നമ്മളത് കണ്ടപ്പോൾ നമുക്കൊരു സ്ഥലത്ത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് സെർച്ച് ചെയ്തിട്ട് ഇത് അമേരിക്കയിൽ തന്നെയുള്ള വേറെ ഏതുകൂടി സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം വീട് കിട്ടുന്നതിന് മുന്നേ ഓർഡർ ചെയ്തത് ഏകദേശം 2 months എടുത്തത് വരാനായിട്ട്. അപ്പോൾ 2 months ഈ സാധനങ്ങളെല്ലാം തന്നെ അതിൽ അസംബിൾ ചെയ്ത കേട്ടോ. ഈ ആമസോണിൽ നിന്ന് ഈ കാണുന്ന സാധനമാണെങ്കിലും സോഫ ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതും എല്ലാം പാർട്സ് ആയിട്ട് വന്ന് ചെയർ അങ്ങനെ തന്നെ വന്നു. ഇതെല്ലാം അതിൽ ഒറ്റയ്ക്കാണ് ഇത് മുഴുവൻ അസംബിൾ ചെയ്തത്. കൂലിപ്പണിയായിരുന്നു. അപ്പോൾ നമ്മളാണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്തെടുത്തത്. ഒരു സൈഡ് ബെഞ്ചും നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു സൈഡ് ബെഞ്ചും പിന്നെ ചെയറും കൊടുക്കുക, അങ്ങനത്തെ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ മേടിക്കണം. പിന്നെ ഇതിൻ്റെ ലൈറ്റും നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ലൈറ്റാണ്. ലൈറ്റ് ഹോം ഡിപ്പോ, ഇവിടെ ഒരു കടയുണ്ട് ഹോം ഡിപ്പോ, അവിടെ നമ്മൾ വാങ്ങിച്ച് നമ്മളവിടെ ഒരു ഹാൻഡിമാനെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ഈ ഒരു സ്റ്റൈൽ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ അയാളെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ഈ ഒരു സ്റ്റൈൽ തന്നെ ഇടാവുമെന്ന് ചോദിച്ച് അങ്ങനെ അയാൾ ഇട്ടുന്നുണ്ടോ. നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ കിച്ചൺ ആണ്. നമ്മുടെ കിച്ചൺ ടൂർ. കിച്ചണിലേക്ക് വരുമ്പോഴും ഇതേപോലത്തെ ഒരു ലൈറ്റ്, സിംഗിൾ ലൈറ്റ് ഇവിടെ വെച്ചു. നമ്മുടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണേ. സി, ഇതൊരൊറ്റ ഹോളാണ്. നമ്മുടെ കിച്ചൺ ആയാലും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഇതിൽ ടാബാണ് ഏറ്റവും മെയിൻ കേട്ടോ. അത് നോക്കി നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ കണ്ടോ, ഇത് ഓപ്പൺ കിച്ചൺ ആണ്. അപ്പൊ കിച്ചണിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഈ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് ചപ്പാത്തി മേക്കറാണ്. ഇതിന്റെ ഓൾറെഡി നമ്മളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. 1 million വ്യൂസ് ഒക്കെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത്ര ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കബോർഡ് നോക്കുമ്പോൾ നമ്മുടെ സ്നാക്സ്, നമ്മുടെ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. എന്താ പറയണേ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളോ, പിന്നെ നുട്ടല്ല, അതുപോലെ ജാമ്, പിന്നെ സ്നാക്സുകളെല്ലാം സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ്. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിൻ സെക്ഷനാണ്. മെഡിസിനുള്ള ഡ്രോയറാണ്. പിന്നെ ഇത് വരുമ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനുള്ള ഒരു ചെറിയ പാത്രങ്ങൾ അധികം ഇല്ല, ജസ്റ്റ് ദോശക്കല്ല് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ യൂട്ടിലിറ്റി സാധനങ്ങൾ വെക്കാനായിട്ട്. പിന്നെ ഇത് കൊതുകിനെ തല്ലിക്കൊല്ലാൻ വേണ്ടിയൊരു സാധനമാണ്, കൊതുക് അടിക്കാൻ. അപ്പോൾ അതിന് ജസ്റ്റ് ഞാനൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഗ്യാസ് അടുപ്പാണ് ഇവിടുത്തെ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ കറി പൗഡേഴ്സിൻ്റെ സെറ്റ്. പൗഡേഴ്സ് എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു സൈഡിൽ ആ ഒരു കോർണറിലായിട്ട് നമ്മൾ ഇതും കൊടുത്തിട്ടുണ്ട്. എന്താ പറയണേ, ഓയിലിൻ്റെ ഒരു ഏരിയ. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിലുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനാണ് നമ്മുടെ എന്താ പറയുക ഗ്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഗ്ലാസ് ഞാനിങ്ങനെ 3 ലെയർ ഒരു തട്ട് കണ്ടോ നിങ്ങൾ, ആ തട്ടിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ എന്താ പറയുക തവിയും സ്പൂണും എല്ലാ ഇടപാടുകളും ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രോയർ നോക്കുമ്പോൾ ഇതിൻ്റെ അത് നമ്മുടെ പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. ഈ പാത്രങ്ങൾ ഫുള്ള് ആമസോണിൽ നിന്നാണ്. ഞാൻ ഇത് വരുമ്പോൾ നമ്മുടെ നൈഫ് സെറ്റാണ്. ഈ നൈഫ് ഈ കാണുന്നതോടെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്നാന്ന് പറയുന്നത്, എനിക്ക് ഈ നൈഫ് ആയുധപരമായുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒളിച്ച് മാറ്റി വെക്കണം. അപ്പം ഞാനത് അതിനുവേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തു. വീണ്ടും ഇത് നമ്മുടെ ഒരു പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കണ്ടോ. ഇവിടെ ഒരു ഹുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മൾ ഈ തുണി നമ്മൾ ഉണക്കാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള സംഗതികളാണ് ഇവിടെ. നമ്മുടെ ഡിഷ് വാഷർ. പിന്നെ ഈ ഒരു ഡ്രോയർ പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക കട്ടിംഗ് ബോർഡ് ടൂൾസാണ് ഇവിടെ വരുന്നത്. നമ്മുടെ പറഞ്ഞ എയർ ഫ്രയർ, മിക്സി തുടങ്ങിയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇത് നമ്മുടെ അല്ലറ ചില്ലറ യൂട്ടിലിറ്റി സാധനങ്ങൾ, പുട്ടുകുറ്റിയുണ്ട്, പുട്ടിൻ്റെ സംഭവങ്ങൾ, പിന്നെ മൂർച്ച കൂട്ടുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം വെക്കാനായിട്ട് അങ്ങനെയുള്ള സ്പേസാണ്. പിന്നെ ഈ ഡ്രോയറിനകത്ത് നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു ഡ്രോയർ വരുമ്പോൾ അല്ലറ ചില്ലറ അല്ലാത്ത സാധനങ്ങളൊക്കെ വരുന്ന സാധനം. പിന്നെ ഇത് വേറൊരു ക്യാബിനറ്റാണ് നമ്മളുടെ പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്താണ് നമ്മുടെ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇന്നുണ്ടായെന്ന് പറഞ്ഞേ ക്ലോസറ്റ്, പാൻട്രി സെക്ഷൻ. ദിസ് ഈസ് മൈ പാൻട്രി സെക്ഷൻ. പാൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ല്, ഉഴുന്ന്, അരി ഒക്കെ വെച്ചേക്കുന്ന സ്ഥലം, കപ്പ. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻട്രി സെക്ഷൻ. അപ്പോൾ ഈ ഇതിൻ്റെ സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഓൾറെഡി നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ പാത്രങ്ങളുടെയൊക്കെ. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, എന്താ നമ്മുടെ ചൂല്. ഞാനിവിടെ ഒരു ഹുക്ക് ഇട്ടിട്ട്
കൊളുത്തി വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ഈ സൈഡിൽ ഇത് കണ്ടോ, ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ ഇതിപ്പം ഞാൻ ഇന്നലെ മേടിച്ചു കേട്ടോ കുറേ സാധനങ്ങൾ, ഇതിന് വാങ്ങിച്ചു വേണം നമ്മുടെ തീർന്നു പോയ സാധനങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മുടെ നമ്മുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള ഫുഡ് എന്തൊക്കെയാണ് നമ്മൾ ഒരാഴ്ചത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കും. അതായത് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും, നമ്മൾ എന്നെ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ എഴുതി വെക്കും ഞങ്ങൾ യൂഷ്വലി. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്, അപ്പം നമ്മൾ ഇനി എന്തൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കണോ, ചോറ് വെക്കണോ, കറി എന്തെങ്കിലും വെക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം, മീൽ പ്ലാനിങ്. അതുകൊണ്ട് പിന്നെ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ട സാധനങ്ങൾ നമ്മൾ ഇതിൽ എഴുതി വെക്കും. പിന്നെ ഇത് നമ്മൾ ടൂർ പോയ സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് മാറ്റായിട്ട് അറിയാമല്ലോ, അതൊരു ചെറിയ ഇത് അഖിലിൻ്റെ ഒരു ഹോബിയാണ്, നോട്ട് മൈൻ. ഓക്കെ, പിന്നെ നമ്മുടെ യൂഷ്വലി നമ്മുടെ ഫ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോളിലുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ദെൻ നമുക്ക് ഈ ആ സൈഡിൽ തുടങ്ങാം. റൂംസിലേക്ക് പോവാം. റൂം ഇത് ആക്ച്വലി റൂമാണ്, ബട്ട് ഇതെടുത്ത എൻ്റെ ബുട്ടിക്കാണ്. ബുട്ടിക്കിൽ ഞാനൊരു സോഫ, ഇത് നമ്മളുടെ നേരത്തെ വീട്ടിലുണ്ടായിരുന്നതാണ്, പുതിയ വാങ്ങിച്ചതാണ് നേരത്തെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇത് വലിക്കുമ്പം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആമസോൺ അല്ലേ? ഇത് ആമസോൺ കേട്ടോ, ഇത് ആമസോൺ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം. യൂഷ്വലി കൂടുതൽ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇത് നമുക്കൊരു ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാം, കൺവേർട്ടബിൾ സോഫയാണ്. പിന്നെ യൂഷ്വലി ഇതൊരു ബുട്ടിക്കാക്കി. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു മെഷീനുണ്ട്, എനിക്ക് സ്റ്റിച്ചിങ് അറിയത്തൊന്നുമില്ല, എന്നാലും ഞാൻ യൂട്യൂബ് നോക്കി അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സോഫയ്ക്ക് ഇതുണ്ടോ, ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ആക്ച്വലി വലിയൊരു സ്റ്റോറേജാണ്. പിന്നെ ഞാനിത് റാക്കൊക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതൊരു ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ക്ലോസറ്റ് ഉണ്ട് കേട്ടോ, ഓൾറെഡി അറ്റാച്ച് ക്ലോസറ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫസ്റ്റ് റൂം കഴിഞ്ഞു. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ്, ഇതാണ് നമ്മുടെ ഗസ്റ്റ് ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ്. വാഷ് യുവർ വറീസ് അവേ. ഇത് നമ്മൾ ക്യാൻകൂൺ പോയപ്പം അവിടുന്ന് വാങ്ങിച്ചൊരു സംഭവമാണ്, അത് ഞാൻ ചുമ്മാ നമ്മൾ വെച്ചേക്കുന്നത്. ഇതൊരു ക്യാൻഡിലാണ്. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ബാത്ത് ടബ്, ഇവിടെ ബാത്ത് ടബ് ഉണ്ട്, പിന്നെ ഷവറും ഉണ്ട് ഓൾറെഡി. ബാത്ത് ടബുമാണ്, പിന്നെ ഷവറും ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ സൈഡിലാണ് ക്ലോസറ്റ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഗരാജിലേക്കുള്ള ഡോറാണ്. ഇത് അകലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി, വേർക്കുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി ഇടയ്ക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി എനിവേ അത് സ്റ്റീം ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്നിട്ട് പുള്ളിയുടെ നമ്മൾ വിശർത്തൊക്കെ കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, നമ്മുടെ ഫ്രിഡ്ജും ഉണ്ട്. പിന്നെ നമ്മൾ ചെരുപ്പ് അറേഞ്ച് ചെയ്ത റാക്കുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗരാജിലെ കാര്യം. ദെൻ ഈ ഒരു ഡോറ് നമ്മുടെ ഈ എന്താ പറയണേ, ഇതൊരു ക്ലോസറ്റ് ആണ്, തണുപ്പത്തൊക്കെ ഇടുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ക്ലോസറ്റ്, വളരെ ചെറിയൊരു ക്ലോസറ്റ് ആണ്. പിന്നെ കുറച്ച് വോൾ ഡെക്കർ ഒക്കെ ഉണ്ട്, ഇതൊക്കെ നല്ല രസത്തിന് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി കം ടു നെക്സ്റ്റ് റൂം, സെക്കൻഡ് ബെഡ്റൂം ആണ്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇത് ഈ കട്ടിൽ ആമസോൺ ആണ്, ഇതും ആമസോൺ ആണ്. 4 സൈഡ് സ്റ്റോറേജ് ഉണ്ട്, ഉണ്ട്. ഇത് ഇതേപോലെ 4 സൈഡിലുണ്ട്, അതാണ് ഇത് ചെയ്ത. പിന്നെ ഈ സൈഡ് ബെഡ് സൈഡ് ഇത് നമ്മൾ ആമസോണിൽ വാങ്ങിച്ചതാണ്. ഇതെല്ലാം നമ്മൾ തന്നെ അവര് സാധനം തരും, ഇതെല്ലാം അതിൽ തന്നെ അസംബിൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ, ഫുൾ സാധനം. പിന്നെ നമ്മളൊരു ടി വി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓൾറെഡി ടി വി ഉണ്ട്, നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ടി വി കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലോസറ്റ്, ചെറിയൊരു ക്ലോസറ്റ് ആണ്, പക്ഷെ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എക്സ്ട്രാ വെച്ചേക്കുന്ന ഒരു സംഭവമാണ്, പോർട്ടബിൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഈ വോൾ ഡെക്കർ, ഈ വോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഹോം സെൻസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, നമ്മുടെ ഈ ഫോട്ടോ ഫ്രെയിമും എല്ലാം കിട്ടുന്ന ഒരു കട, അപ്പോൾ അവിടെ നമ്മൾ വാങ്ങിച്ചതാണ്. ദെൻ കം ടു നെക്സ്റ്റ് ബെഡ്റൂം, തേർഡ് ബെഡ്റൂം കേട്ടോ.
മാസ്റ്റർ ബെഡ്റൂം. ഇത് എൻ്റെ മറ്റൊരു സമാജിയാണ്. നിങ്ങൾ എൻ്റെ ഒരു ബുട്ടിക്ക് കണ്ടു, ഇത് എൻ്റെ മറ്റൊരു ബെഡ്റൂമാണ്. അപ്പം ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബെഡ്റൂമുള്ള എനിക്കാണ്. ബിക്കോസ് എൻ്റെ ഇവിടെയാണ് എൻ്റെ പാട്ട് പരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ പാട്ട് പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന ബെഡ്റൂം ഇതാണ്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഈ കട്ടിൽ നമ്മൾ ആമസോണാണ്. ഇത് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പം മേടിച്ചതാണ്. ഇത് മേടിച്ചതാണ്. ഇതും മിഡ് സെഞ്ചുറി, നമ്മളിങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ നോക്കിയാൽ മിഡ് സെഞ്ചുറി ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതേപോലത്തെ കുറെ കളക്ഷൻ, നിങ്ങൾ നേരത്തെ കണ്ട ആ ബെഡ് സൈഡും ആ ഹോളിൽ കണ്ട ആ സൈഡിലെ ടേബിളും കുഞ്ഞു ടേബിളും ഇതൊക്കെ മിഡ് സെഞ്ചുറി ഫർണിച്ചറിന്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് സംഭവം മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. അപ്പൊ ഇത് നല്ല രസമാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കട്ടിലും ആമസോണാണ്. ഇത് നമ്മുടെ പഴയൊരു ഫർണിച്ചറാണ്. ആമസോൺ അല്ല, ഇത് ഫർണിച്ചർ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ക്ലോസറ്റ് അത്യാവശ്യം വലിയതാണ്. ക്ലോസറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഫുൾ അകലിലെ സംഭവമാണ് കേട്ടോ. ബിക്കോസ് നമ്മുടെ റൂമിലെ ഞാൻ കാണിക്കാം, നമ്മുടെ റൂമിലെ ക്ലോസറ്റ് ഫുൾ എൻ്റെ ഡ്രസ്സാണ്. അപ്പം ഞാൻ ഈ ഒരു സൈഡ് അകലിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫർണിച്ചറായിരുന്നു. അത് ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തോ, ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മടക്കി വെക്കാൻ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അമേരിക്കയിലെ മിക്ക വീടുകളിലും ഇങ്ങനെ ഹാങ് ചെയ്യാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ ക്ലോസറ്റ് തുറക്കുമ്പോൾ. അപ്പം നമുക്കത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇന്ത്യൻ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലും മടക്കി അലമാരി വെക്കുന്ന ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണും. ഇതിവിടെ ആക്ച്വലി ഉണ്ടായിരുന്നല്ല കേട്ടോ. ഞാൻ റീസെൻ്റ്ലി നമ്മളിവിടെ എടുത്തിട്ടാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കിട്ടുന്ന പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഞാനിവിടെ എടുപ്പിച്ചു കേട്ടോ. ഞാൻ അതിനെ കൂടെ എടുപ്പിച്ചത്. ഇത് ഗരാജിലിരുന്നാണ്. TV കണ്ടോട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബോറിംഗ് വരുന്നത്. അപ്പം ഞാൻ ഈ ഇപ്പം എടുപ്പിച്ചിട്ടതാണ്. ബിക്കോസ് പ്രോബ്ലി നമ്മൾ കുറച്ച് ആളുകൾ മാറ്റും. ഇത് ഹോളിൽ ഇവിടെ ഇരിക്കുന്ന സാധനമല്ല. പിന്നെ ഇത് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടും ഇപ്പോൾ സ്ഥിരമായിട്ട് ചവിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ട്രെഡ്മില്ലിൽ പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അത് വേറൊരു കാര്യം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണോ? അത് ഇവിടെ വാങ്ങിച്ചാൽ ആകെപ്പാട് ഇവിടെ നിന്ന് കിട്ടിയത് നല്ലൊരു രൂപമാട്ടോ. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരു കടയിൽ നിന്ന്. ബാക്കി ഫർണിച്ചേഴ്സ് എല്ലാം ബാക്കി ഈശോയുടെ രൂപങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടതാണ്. നല്ല ഫോട്ടോസ് ഒന്നും ഇവിടെ കിട്ടാനില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എനിവേ, അടുത്ത സ്ഥലം. ഇനി നമ്മളുടെ എൻ്റെ അഖിലിൻ്റെയും ബെഡ്റൂമിലേക്ക് ഉള്ള പാത്ത് വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും മുന്നേ ഇത് നമ്മുടെ ലോണ്ട്രിയാണ്. നമ്മുടെ ലോണ്ട്രി യൂഷ്വലി ഡ്രയറും എന്താ പറയുക വാഷിംഗ് മെഷീനും. നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ലോണ്ട്രി ഡിറ്റർജൻറ്റ് പൗഡറും അതിനെക്കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാട്ടോ. ഇത് നമ്മളിവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. തേക്കാനുള്ള സ്ഥലം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തേക്കുവാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ വീഡിയോ റെഫറൻസ് ചെയ്തപ്പം മിക്ക വീടുകളിലൊക്കെ ഇവിടുത്തെ വീടുകളിൽ ഇവർ സെറ്റ് ചെയ്യുന്നേക്കുന്നത് ഈ ഒരു സൈഡിൽ തന്നെയാണ്. അതായത് ലോണ്ട്രിയോട് ചേർന്നാണ് ഈ ഏരിയയും ഇവർ സെറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഇംഗ്ലീഷുകാരൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്തൊക്കെ ഞാൻ ഒത്തിരി വീഡിയോ കണ്ടു. സോ അപ്പം ഞാൻ ഓർത്ത് ചുമ്മാ വന്ന് നോക്കിയപ്പം ഇവിടെ അങ്ങനെ ഒരു ഹോൾഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അതിനുള്ള സ്പേസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതാണ് അയണി. ഇനി ഗൈസ്, ഇതാണ് നമ്മളുടെ ബെഡ്റൂം. നമ്മുടെ ബെഡ്റൂമിലേക്ക് വരാൻ പോട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ തുടങ്ങാം. ഈ ഒരു സൈഡിൽ തുടങ്ങുമ്പം ഇത് രണ്ട് ഫർണിച്ചറാണ്. ഇത് ചെസ്റ്റ് എന്ന് പറയും, ഇത് വാർഡ്രോബ് എന്ന് ഡ്രോയേഴ്സ് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ മാച്ച് ചെയ്തിട്ടിരിക്കുന്നതാണ്. നമ്മൾ ഫർണിച്ചറുടെ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്തു. എന്നിട്ട് അത് അതിൽ തന്നെ ഇവിടെ അസംബിൾ ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ജ്വല്ലറി എൻ്റെ ഏരിയ ആണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ജ്വല്ലറി ക്യാബിനറ്റിൻ്റെ ഈ റൊട്ടേറ്റിംഗ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു ജ്വല്ലറി ക്യാബിനറ്റിന് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫുൾ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പോയിക്കോളും. അപ്പം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എൻ്റെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ പോയിക്കോളും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ TV ഈ ഒരു ബെഡ്റൂമിലുണ്ട്. നമ്മൾ TV കൂടുതൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട്. പിന്നെ അതെ ഇങ്ങോട്ട് വരുമ്പം ഇത് നമ്മളുടെ
വാച്ച് എന്നാ പറയുക, വാച്ച് സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ബോക്സാണ്. നല്ലൊരു നൈസൊരു സംഭവം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. വാച്ച് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇത് അതിലൊരു വാച്ച് പ്രാന്തനായതുകൊണ്ട് കൂടുതൽ വാച്ച് മിച്ചം കിടക്കുന്ന അവിടെ. ഇനി അതിനകത്ത് ഇടയില്ല. ഇത് ചെറിയൊരു റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇടാനുള്ള ഒരു സ്ലോത്തിലുള്ള ഒരു ക്യാബിനറ്റും ഉണ്ട് ഇതിലൂടെ തന്നെ. അപ്പോൾ ഇത് വാച്ച് വെക്കുന്ന ഒരു ക്യാബിനറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാങ്കിൽ ഹാങ് ചെയ്യുന്ന ഒരു സാധനം, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ വരും. പിന്നെ ഇത് നമ്മളുടെ എനിക്ക് ഇഷ്ടമുള്ള 2 ഫോട്ടോസ് ഉണ്ട്. 2 ഫോട്ടോസ് നമ്മൾ എന്താ പറയുക ഫ്രെയിം ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ തന്നെ. അപ്പോൾ അത് നമ്മളിവിടെ ഒരു മോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബെഡ് കിങ് സൈസ് ബെഡാണ്. ബാക്കി എല്ലാ ബെഡ്റൂമിലും നമ്മൾ ക്വീൻ സൈസ് ആണ്. ഇത് വലിയൊരു മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് നമ്മൾ കിങ് സൈസ് കൊടുത്തു. ആമസോൺ ബെഡാണ്, ബെഡ് ഫ്രെയിം. പിന്നെ ഈ 2 സൈഡിലെ ഫർണിച്ചർ, ബെഡ് സൈഡ് അതൊക്കെ ഫർണിച്ചർ ഒന്നിച്ച് നമ്മൾ എടുത്താണ്. 2 സൈഡിലും ബെഡ് സൈഡ് കൊടുത്തിട്ടുണ്ട്, ഡ്രോയും കാര്യങ്ങളൊക്കെ ആയിട്ട്. 2 സൈഡിൽ അതുപോലെ തന്നെ ലാമ്പ്. ബ്ലൂ തീമാണ് നമ്മുടെ വീടിന്റെ ഫുൾ തീം. അപ്പം അതുകൊണ്ട് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കാർപ്പറ്റും ബെഡ്ഷീറ്റും അതേപോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ബ്ലൂ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള കളർ ബ്ലൂ ആയതുകൊണ്ട്. അപ്പോൾ വാൾ ഡെക്കറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹോം സെറ്റ്സ് പറഞ്ഞ കടയിൽ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ദെൻ ഇത് നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോവാണ്. ടോയ്ലറ്റ് എല്ലാവരും കൂടി. ഈ ടോയ്ലറ്റ് വരുമ്പം വാഷ് ബേസിൻ കണ്ടോ, രണ്ട് പേർക്കുള്ള വാഷിംഗ് മെഷീൻ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഷവർ ഏരിയ. ഷവർ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ബാത്ത് ടബ് ഇല്ല, നമുക്ക് നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെത്തപ്പോൾ സെറ്റപ്പ് ആണ്. ഇത് അത്യാവശ്യം വലിയൊരു ഷവർ ഏരിയ ആണ്. നമുക്ക് നീണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബാക്കി നമ്മൾ അപ്പുറത്തെ ടോയ്ലറ്റിൽ വെച്ച് നോക്കുമ്പോൾ ബാത്ത് ടബിൽ നിന്ന് കുടിക്കണം. ഇത് കുറച്ചുകൂടെ സൗകര്യമായിട്ടുള്ള ഒരു സംഭവം. ദെൻ ഇവിടെ ഒരു വെയിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. എവറി നമ്മൾ 2 പേരും വെയിറ്റ് നോക്കുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും വണ്ണം വെച്ചെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ വണ്ണം കുറയ്ക്കാമല്ലോ, അങ്ങനെ ഉണ്ടാകും. പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ക്ലോസറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ദെൻ കം ടു നെക്സ്റ്റ് റൂം. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് റൂം. നമ്മുടെ ഡ്രസ്സ് ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇത്രയും എൻ്റെ തുണി ഞാൻ വെച്ചേക്കുന്നത് കൂടാതെ അപ്പുറത്തെ ഡ്രോയറിൽ എൻ്റെ തുണിയുണ്ട്. അപ്പോൾ ഇത് ഇത്ര സ്പേസാണ് ഞാൻ അഖിലിനെ ഹാങ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ റൂം അഖിലിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വരുമ്പം ഇതുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന കേട്ടോ. ഈ ഒരു വാർഡ്രോബ് പോലെ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. കാരണം ഇത് ഹാങ് ചെയ്യാനായിട്ട് ഇതുപോലെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യൻസിന് നമുക്ക് മടക്കി വെച്ച് അലമാരി വെക്കുന്ന ഒരു ടൈപ്പ് ഇതായതുകൊണ്ട് ഞങ്ങൾ തന്നെ കസ്റ്റം ചെയ്തെടുത്തതാക്കുന്നതാണ്. ഓക്കെ, നമ്മളിനി ബാക്കിലേക്ക് പോകട്ടോ. സന്ധ്യയായിരുന്നു കൂടി. യെസ്, ഈ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഈച്ച കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഈ ഫ്രണ്ട് ഡോറും ഈ ഡോറും തുറന്നിടുക. അപ്പോൾ സ്മെല്ല് പെട്ടെന്ന് നോക്കുള്ളൂ. ബിക്കോസ് ഇത് നമ്മൾ കിച്ചൺ ഏറ്റവും ബാക്കിലായതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ കഴിയും. കാരണം യൂഷ്വലി ഇവിടുത്തെ വീടുകളിലെ കിച്ചൺ മിഡിൽ പോർഷനിലായിരിക്കും. മിഡിൽ പോർഷൻ ആകുമ്പോഴത്തേനും വീട് ഫുൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്ലാൻ കണ്ടപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പുറകിട്ട് പോകുമ്പം നമുക്കൊരു ബാർബിക്യൂ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഈ ബാർബിക്യൂ സ്റ്റാൻഡ് സൈഡിൽ ഒരു സ്റ്റൗ ഉണ്ട്. നമ്മുടെ ബാക്ക് യാർഡാണേ. ഈ ബാക്ക് യാർഡ് പച്ചപ്പ്, നല്ല വിൻ്റർ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ സമ്മറൊക്കെ ആയിരുന്നപ്പോൾ നല്ല രസമായിരുന്നു, നല്ല പച്ചപ്പും. പിന്നെ നമ്മൾ പുറത്ത് നമ്മൾ ഓൾറെഡി ഇനി ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. നമ്മുടെ 2 സ്റ്റൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റൂൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഇടയ്ക്ക് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കും. അതുപോലെ അവിടെ ആ ഒരു പോർഷൻ നമ്മൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്താ പറയുക, ഹോം ടൂർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളുടെ ഈ ഒരു കൊച്ചു വീട് ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.